ഈ പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ഈ പ്ലോട്ടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വരുന്നതോറും ഇത് വീതി കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്കാണ്. അതുപോലെ തന്നെ ഈ പ്ലോട്ടിലേക്കുള്ള റോഡ് വരുന്നത് ഈസ്റ്റിൽ നിന്ന് വന്ന് സൗത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള. അപ്പോൾ ഈ സൈഡിലെ റോഡിൽ നിന്ന് വരുമ്പോൾ ഈ പ്ലോട്ടിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു എലവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പം തോന്നുന്ന രീതിയിലേക്ക് അതിനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് 33 സെൻറ്റ് വരുന്ന സ്ഥലത്ത് 2958 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇലവേഷനിലെ പ്രധാന എലമെൻ്റായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന കേബിൾ സ്ട്രക്ചേഴ്സാണ്. ഈ വീടിൻ്റെ ഈ സൈഡിൽ നമുക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്ന് പല ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് വീടിന് വലിപ്പം തോന്നുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേബിൾ സ്ട്രക്ചേഴ്സ് മൊത്തത്തിൽ വലിയ ഓപ്പണിങ് വരുന്ന രീതിയിലുള്ള അലുമിനിയം വിൻഡോസ്, അതിനകത്ത് ലൂവേഴ്സും ഗ്ലാസും ഒക്കെ മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ വിൻഡോസ് കൊടുത്തുകൊണ്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇലവേഷനിലെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഈ സിറ്റ് ഔട്ട് വീടിൽ നിന്ന് കുറച്ച് വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ സിറ്റ് ഔട്ടിന് ആ മെയിൻ ഗേറ്റിൽ നിന്നും വെളിയിൽ നിന്നും ഒക്കെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു ഫസാഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഡിനോട്ട് ക്ലാഡിങ്ങും അതുപോലെ മെറ്റൽ പർഗോസും ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയും ഈ വീടിൻ്റെ ഇലവേഷനിൽ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. ഈ കിച്ചൻ്റെ വിൻഡോസൊക്കെ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ് നല്ല ലെങ്ത് വരുന്ന രീതിയിലുള്ള വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൺ കൗണ്ടറിനും ഓവർ ക്യാബിനും ഇടയിൽ വരുന്ന രീതിയിലുള്ള ഈ വിൻഡോസ് UPVC കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോസിൻ്റെ തീക്ക് ഫിനിഷും അതുപോലെ തന്നെ അതിനകത്ത് കോൺക്രീറ്റ് ടെക്സ്ചേഴ്സും അതുപോലെ ബ്രിക്ക് ക്ലാഡിങ്ങും എല്ലാം കൂടെ വരുന്ന ഒരു കളർ പാലറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എലിവേഷൻ ഈസ്റ്റിലേക്കും സൗത്തിലേക്കും മെയിൻ ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ 2 ബെഡ്റൂംസിൻ്റെയും ബാത്റൂമിൻ്റെ വെന്റിലേഷൻ ഈ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭംഗിക്കുറവ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഫസാഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കലായിട്ടുള്ള മെറ്റൽ പർഗോള വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ സൈഡിൽ വരുന്ന വീതി കുറഞ്ഞ പോർഷനിലാണ് നമ്മൾ പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ മെറ്റൽ ഫ്രെയിംസും റൂഫിംഗ് ഷീറ്റും സീലിംഗ് ആയിട്ട് GAയുടെ തന്നെ ഫ്ലൂട്ടഡ് പാനൽസും യൂസ് ചെയ്തിട്ടാണ് ഈ പോർച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്ലോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള നല്ല കാറ്റാണ്. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞത് താരതമ്യേന നല്ല ഉയർന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വെസ്റ്റ് സൈഡിൽ എല്ലാ ലാൻഡുകളും താഴ്ന്നു പോയിട്ട് ഒരു പാടത്തിലേക്ക് പോയി എൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ പ്ലോട്ട് നിൽക്കുമ്പോൾ നമുക്ക് വെസ്റ്റ് സൈഡിൽ നല്ലൊരു കാറ്റുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പ്ലാനിങ്ങിൽ ഈ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ഒരു ക്രോസ് വെന്റിലേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് വെസ്റ്റ് സൈഡിലേക്ക് നമ്മൾ 2 ബെഡ്റൂംസിനെ അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലേക്ക് 2 ബെഡ്റൂമിനെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഫാമിലി ലിവിംഗ് കൊടുത്തു. ഈ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡും കൊടുത്തു. അപ്പോൾ ബെഡ്റൂമും ഫാമിലി ലിവിങ്ങും വരുന്ന ആ ഒരു ഏരിയനെ ഇതിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഓപ്പൺ കിച്ചണും വർക്കിംഗ് കിച്ചണും സെർവൻസ് ബെഡ്റൂമും എല്ലാം ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഡ്രോയിങ് റൂമിനെയും അതുപോലെ തന്നെ ഫോയർ സ്പേസിനെയും സിറ്റ് ഔട്ടിനെയും എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്.
ഈ വീടിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ഫുട് പ്രിൻറ്റ് റെഡി ആയപ്പോൾ തന്നെ നമ്മൾ ഈസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ സൗത്ത് സൈഡിലും മാക്സിമം മിറ്റം കിട്ടുന്ന രീതിയിൽ ഈ വീടിനെ പ്ലേസ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിച്ചത്. റോഡ് നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഗേറ്റ് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ കിച്ചൻ്റെ ഏരിയയും പോർച്ചും ഉൾപ്പെടുന്ന ആ ഒരു സ്പേസിലേക്കാണ് വണ്ടി എൻട്രി ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഡയറക്റ്റ് കൊണ്ടുപോയി നമുക്ക് പോർച്ചിൽ പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് സൈഡിലും ഈസ്റ്റ് സൈഡിലും വരുന്ന ബാക്കി മുറ്റത്ത് പാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു പൊസിഷൻ ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലോട്ടിൽ നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അതുപോലെ ഡിസൈൻ ചെയ്യുമ്പോഴും ഒക്കെ ആ പ്ലോട്ടിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റുകയാണെങ്കിൽ ആ പ്ലോട്ടിന് ഏറ്റവും പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ പ്രോജക്റ്റ്.